ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തിയത് ബ്രസീലിയൻ ആരാധകർക്ക് സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു. കാരണം സമീപകാലത്ത് ബ്രസീലിന് അത്ര തിളങ്ങാൻ കഴിയുന്നില്ല. ഒരു മികച്ച പരിശീലകന്റെ അഭാവം അവരെ വേട്ടയാടിയിരുന്നു. ഒരുപാട് മികച്ച താരങ്ങൾ ബ്രസീലിലുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന പരിശീലകനെ ഇതുവരെ ബ്രസീലിന് സമീപകാലത്ത് ലഭിച്ചിരുന്നില്ല. അതായിരുന്നു ആരാധകർ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു പ്രശ്നം. ഇപ്പോൾ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിശീലകൻ വന്നു കഴിഞ്ഞു. മാനേജ്മെന്റിന് പേരുകേട്ട ഒരു പരിശീലകനാണ് കാർലോ ആഞ്ചലോട്ടി. ഈ താരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയും എന്നാണ് എല്ലാ ബ്രസീലിയൻ ആരാധകരും ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഏതായാലും ബ്രസീലിയൻ ആരാധകരോട് ചില കാര്യങ്ങൾ കാർലോ ആഞ്ചലോട്ടി ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ടീമിനെ നിങ്ങൾ വിശ്വസിക്കണം, കൈവിടരുത്, ഈ ടീമിനുള്ള സ്നേഹവും പിന്തുണയും ഒക്കെ ഇനിയും നൽകിക്കൊണ്ടിരിക്കണം, ആ ഒരു അഫെക്ഷൻ നഷ്ടപ്പെട്ടു പോകരുത് എന്നൊക്കെയാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീലിയൻ ആരാധകർക്ക് നൽകാനുള്ള ഒരു സന്ദേശം, അത് ഈ ടീമിൽ നിങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാം, അത് നഷ്ടപ്പെട്ടു പോകരുത്. ഈ ദേശീയ ടീമിനോടും ഈ ജേഴ്സിയോടും നിങ്ങൾക്കുള്ള ബന്ധം വളരെയധികം സുദൃഢമാണ് എന്നുള്ളത് എനിക്കറിയാം. അത് ഒരിക്കലും വിട്ടുകളയരുത്. ഈ സമയത്ത് ആരാധകർക്ക് ഒരുപാട് സഹായിക്കാൻ കഴിയും. എപ്പോഴും ദേശീയ ടീമിനോട് നിങ്ങൾ കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹവും പിന്തുണയും അത് ഇപ്പോഴും ആവശ്യമാണ്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ജൂൺ മാസത്തിൽ 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. ജൂൺ 2-ാം തീയതിയാണ് അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീം ആരംഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ടീമിനെ സജ്ജനാക്കാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമായിരിക്കും കാർലോ ആഞ്ചലോട്ടിക്ക് ലഭിക്കുക. ഏതായാലും താൻ വിളിച്ച ഈ ഒരു താരങ്ങളെ ഏത് രൂപത്തിലായിരിക്കും ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇനി ബ്രസീലിയൻ ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.